ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ സങ്കടകരമായ ഒരു ന്യൂസാണ്. ഷിജിൽ കൃഷ്ണപ്രിയ എന്ന ദമ്പതികളുടെ മകനാണ് നിഹാൻ, അപ്പു എന്ന് വിളിക്കുന്ന നിഹാൻ. അത് കൊല്ലപ്പെട്ടിരിക്കുന്നു. അത് സ്വന്തം അച്ഛനായിട്ടുള്ള ഷിജിലാണ് കുട്ടിയെ കൊന്നത് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള നെയ്യാറ്റിൻകരയിലുള്ള അപ്പു എന്ന നിഹാനാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ ഷിജിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കുട്ടിയെ കൊന്നത് ഷിജിൽ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കഴിച്ചതിന് ശേഷമാണ് കുട്ടി കുഴഞ്ഞു വീഴുന്നത്. അപ്പൊ ബിസ്ക്കറ്റ് കഴിച്ചിട്ടായിരിക്കും എന്നാണ് മറ്റുള്ളവർ വിചാരിക്കുക. അതിനു വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ വായിൽ നിന്ന് നുരയും പതയും ഒക്കെ അങ്ങനെ വരുന്നു, ചുണ്ടിന് നിറവ്യത്യാസം വരുന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ അമ്മ വന്ന് കുട്ടിയെ താങ്ങിയെടുത്ത് നമുക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഇവർ കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് കുട്ടിയുടെ വയറ്റിൽ ആന്തരികമായിട്ട് രക്തസ്രാവം കണ്ടെത്തിയത്. ആന്തരിക രക്തസ്രാവം വെറുതെ കണ്ടെത്തില്ല, ഒരു 200 ml ബ്ലഡ് വയറ്റിൽ കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. ഈ കൊച്ചുകുട്ടിയുടെ കാര്യമാണ് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ എന്തൊരു ക്രൂരമായ പരിപാടിയാണ് ഈ ചെയ്തിരിക്കുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ഇത് ശരിക്കും കേട്ടപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. കാരണം ആ കുട്ടിയുടെ മുഖം, നിഷ്കളങ്കമായ മുഖം കണ്ടിട്ട് എന്തിനാണ് ആ കുട്ടീനെ ഇങ്ങനെ ചെയ്തത്? 1 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടിയുടെ കയ്യിൽ പൊട്ടലുണ്ട് എന്ന് പറയുന്നു. ഭാര്യയും ഭർത്താവും ഇവർ ഈ ഷിജിലും കൃഷ്ണപ്രിയയും കൂടിയിട്ട് അകന്ന് ജീവിക്കുകയായിരുന്നു. അപ്പോൾ ഈ കൃഷ്ണപ്രിയയുടെ വീട്ടിലായിരുന്നു. അങ്ങനെ അകന്ന് ജീവിക്കുമ്പോൾ ഈ കഴിഞ്ഞ 2025 ഡിസംബർ 1-ാം തീയതിയാണ് ഈ പെണ്ണിനെ തിരിച്ചു കൊണ്ടുവരുന്നത് ഷിജില്. എന്നിട്ട് ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്ത് ഇവർ താമസിക്കുകയായിരുന്നു. അപ്പോൾ 1.5 മാസമായിട്ടുണ്ട് ഇവർ താമസിച്ചു തുടങ്ങിയിട്ട്. ഇപ്പോൾ ജനുവരി 16-ാം തീയതിയാണ് ഈ കുട്ടിയുടെ ഈ സംഭവം ഉണ്ടാകുന്നത്, ഇടുക്കിലും തൊഴിക്കലൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു 1.5 മാസത്തോളം ജീവിച്ചു വരുന്ന സമയത്ത് ഈ കുട്ടിയെ കാണുമ്പോൾ ഇയാള് ചീത്ത പറയുക, തെറി പറയുക, ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യും. കുട്ടിയെ തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴേക്കും കുഞ്ഞിങ്ങനെ അമ്മേനെ മുറക്കെ അങ്ങനെ പിടിക്കും, എന്നെ രക്ഷിക്കണേ എന്നുള്ള ലെവലിൽ. അപ്പോഴും അമ്മ വിചാരിച്ചിരുന്ന അച്ഛനാണല്ലോ, കൊല്ലൂല എന്നാണ് അമ്മയുടെ മനസ്സിൽ. വെച്ചാൽ കൊല്ലില്ല, ചീത്ത പറയേണ്ട, അടിക്കുന്നുണ്ട്, അച്ഛനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും പറയാം. മടിയിലിരുത്തി കൊഞ്ചിക്കണ പോലെയൊക്കെ കാണിച്ചിട്ട് വയറ്റി തിരിക്കുകയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അതെന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്നേഹവാക്കുകളൊന്നും ഇയാൾ പറയാറില്ല എന്നാ പറയുന്നത്. അപ്പോൾ ഇവർ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുന്ന സമയത്ത് ഇപ്പൊ ഈ പെണ്ണിനെ കൊണ്ടുവന്നതാണല്ലോ, കുറെ കാലം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാ. അപ്പൊ ബന്ധത്തിന് ഏർപ്പെടുന്ന സമയത്ത് ഈ കുട്ടി എണീറ്റിരുന്ന് കരയും. അത് സ്വാഭാവികമാണ്. നമ്മുടെ എല്ലാവരുടെ മക്കളും ഈ 1 വയസ്സായ മക്കൾ എന്ന് പറഞ്ഞാൽ ഏത് നേരം കരഞ്ഞിരിക്കും. 1 മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ അവർ എണീക്കും, അവർ പാലിന് വേണ്ടി വരും. അവർ മുല കുടിക്കുന്ന കുട്ടികളാണല്ലോ അല്ലെ, പാല് വേണ്ടി വരും, അവർക്ക് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ വിശന്നിട്ട് കരയും ഒക്കെ ചെയ്യും. പിന്നെ മലമൂത്ര വിസർജനമൊക്കെ നടത്തും. അങ്ങനെ അതൊക്കെ പിള്ളേർ ഇപ്പൊ ഈ പറയുന്ന ഷിജിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഇത്രയും വലിയ ആളായി തീർന്നിട്ടുള്ളത്. അപ്പൊ ഇവർ ആദ്യം ഇയാൾക്ക് വൈരാഗ്യം ഉണ്ടാവാൻ കാരണം ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുന്ന സമയത്ത് കുഞ്ഞൊന്ന് കരഞ്ഞു, അപ്പോഴൊരു വൈരാഗ്യമായി തീർന്നു. അത് കഴിഞ്ഞ് പുലർച്ചെ 3 മണിയായപ്പോൾ കുട്ടി ബെഡില് മലമൂത്ര വിസർജനം നടത്തി. അപ്പൊ ഇയാൾ ഉറക്കവും നഷ്ടപ്പെട്ടു. അപ്പൊ ഇയാൾക്ക് ഭയങ്കര പകയായി. പക എന്ന് പറയുന്നത് ആരോടാന്ന് വിചാരിക്കണം കേട്ടോ, 1 വയസ്സായ കുട്ടിയോട്, അല്ലാതെ ഇയാളെ പ്രായത്തിലുള്ള ആൾക്കാരോടല്ല. ഉറക്കം നഷ്ടപ്പെട്ടതിന് ഇയാൾ എന്താ വേണ്ടതെന്നറിയോ? അപ്പൊ ഈ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ ഈ പക എങ്ങനെയും തീർക്കണമല്ലോ. അപ്പൊ ഇയാളെ എന്നും അടിക്കാറുണ്ട്, കൈയുമേയും കാലുമേയും ഒക്കെ അടിച്ചടിച്ച് കൈയൊക്കെ പൊട്ടിയിട്ടുണ്ട് കുട്ടിയുടെ. പക്ഷെ ഇയാൾ ഇത് നോക്കാൻ എടുക്കണ പോലെ കുട്ടീനെ എടുത്തു. ഈ പെണ്ണ് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മടിയിൽ ഇരുത്തിക്കൊണ്ട് ഇയാൾ ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് മലമൂത്ര വിസർജനം ചെയ്യണോ, അപ്പിയിടണോ, മൂത്രം ഒഴിക്കണോ എന്നൊക്കെ ദേഷ്യത്തിലാണ് ചോദിക്കുന്നത്. ഈ സംഭവം കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഈ പെണ്ണ് അത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇയാൾ വയറ്റ് തിരിച്ചുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. കുട്ടിക്ക് മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ന് ഈ സ്ത്രീക്കും മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അപ്പു 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 എന്ന് ഇയാൾ ഉറക്കെ വിളിക്കുന്നത് കേട്ടിട്ട് സ്ത്രീ ഓടി വന്ന് നോക്കുമ്പോൾ ഈ കുട്ടി കുഴഞ്ഞു കുഴഞ്ഞു നിൽക്കുന്നു. വായിൽ നിന്നും ഇങ്ങനെ ഇത് വരുന്നു, നരയും പതയും വരുന്നു. അപ്പോൾ ഫിക്സ് വന്നിട്ടുണ്ടാവും എന്നാണ് ഇവർ വിചാരിച്ചത് ആദ്യം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ വയലിൽ നരയും പതയും വരിക. ഇങ്ങനെ രക്തസ്രാവം ഉണ്ടാകും, ഇയാൾ വയറ്റ് തിട്ടിക്കുമെന്നൊന്നും ഒരാൾ പോലും, നമ്മൾ ഒരു കുട്ടീനെ ഏൽപ്പിക്കാൻ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനൊരു അതിക്രമം ചെയ്യുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല. ചീത്ത പറയുന്നുണ്ടാവായിരിക്കാം എന്ന് വിചാരിച്ച് സ്നേഹവാക്കുകൾ ഇല്ലായിരിക്കാം. എങ്കിലും അങ്ങനൊരു കൃത്യം ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാട്ടോ. പിന്നെ അപ്പനെന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ടാകും, നിനക്ക് എന്നെ കാണുമ്പോൾ എന്താടാ ഇത്ര പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് പിള്ള അയാളെ കാണുമ്പോൾ ഭയങ്കര പേടിയും ഭയങ്കര കരച്ചിലുമായിരുന്നു. എൻ്റെ മുഖം ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ചിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ ദയനീയമായിട്ട് നോക്കും.
എനിക്ക് അറിഞ്ഞൂടെയായിരുന്നു രഷീർ എന്നായിരിക്കും അത് പറഞ്ഞു തരും കണക്കിന് ഇയാൾ കൊച്ചിനെ രഹസ്യത്തിൽ ഉപദ്രവിക്കായിരുന്നോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരു സ്നേഹത്തോടെ അല്ല, വളരെ ക്രൂരമായിട്ടാണ് ആ കൊച്ചിൻ്റെ അടുത്ത് ഇടപെട്ടുകൊടുത്തത്. ഒരു അപ്പൻ എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു കുട്ടിയുടെ അടുത്ത് പോലും ഇങ്ങനെ ഇടപെടൂല ഒരിക്കലും. എപ്പോഴും അവൻ്റെ കുറവും കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അവന്റെ കുറ്റങ്ങൾ പറയാൻ മാത്രം എന്തുമാത്രം കുറ്റമായിരിക്കില്ലേ ഈ ഒരു വയസ്സായി കുട്ടിക്ക് ഉണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇയാളുടെ കയ്യിൽ കുട്ടി എത്തിയാൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത്. ഇത് കുറെ വട്ടം ആവർത്തിക്കുമ്പോൾ അമ്മയ്ക്കൊന്ന് ശ്രദ്ധിക്കാം. അമ്മയുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ കുട്ടീനെ കൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകും. ഈ അമ്മ അവിടേക്ക് അടിച്ചു വരാനോ എന്തെങ്കിലും കാര്യത്തിന് വരികയാണെങ്കിൽ അവിടെ നിന്ന് കുട്ടീനെ എടുത്ത് വേറെ സ്ഥലത്തേക്ക് പോകും. ഇയാളിങ്ങനെ പക പോക്കാൻ വേണ്ടി കൊണ്ട് നടക്കുകയാണ്. തലേദിവസം രാത്രി നടന്ന സംഭവങ്ങളൊക്കെ കുട്ടിക്ക് കൊടുക്കണ്ടേ, എന്നിട്ടല്ലേ ഇയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ആ കുട്ടിയുടെ കൈ പിടിച്ചു വെക്കുക. എന്താണ് നിന്റെ കൈ ഇങ്ങനെ, നിന്റെ കാലെന്താടാ ഇങ്ങനെ, നിന്റെ കണ്ണെന്താടാ ഇങ്ങനെ, എന്ന് മുഖത്ത് നോക്കി കുറ്റം പറയും. നീ നിന്റെ തന്തയല്ലേ ഞാൻ, നീ എന്റെ മകനല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കുറ്റം പറയുന്നത്. അപ്പോ കുഞ്ഞിനെ എപ്പോഴും ഉപദ്രവിക്കാറുണ്ട് എന്ന് ഈ അമ്മ തന്നെ പറയുന്നുണ്ട്. അമ്മ കരഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്നെ കാണുമ്പോൾ മാത്രം നീ നിന്റെ മോൻ എന്തിനാടി കരയുന്നേ എന്നാണ് ഈ എപ്പോഴും ചോദിക്കാറ് ഷിജിൽ എന്നാണ് പറയുന്നത്. പിന്നെ വേറെ ആരെങ്കിലും അച്ഛനായിട്ട് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ നിന്റെ അമ്മ എന്നും ചോദിക്കാറുണ്ട്. അപ്പൊ ഇവർ തമ്മിൽ വേർപിരിഞ്ഞ് താമസിച്ചത് കുട്ടിയുടെ പിതൃത്വം ചൊല്ലിയിട്ട് തന്നെയാണ്, കുട്ടിയുടെ അച്ഛനല്ല എന്ന് പറഞ്ഞിട്ടാണ്. കുട്ടി ഒന്ന് പതുക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ കുട്ടിനെ നോക്കി ചീത്ത വിളിക്കും, സെക്സ് ചാറ്റ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടം അതിനൊക്കെയാണെന്ന് പറയുന്നു. കൊടും ക്രിമിനലാന്ന് ഇപ്പൊ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു കേട്ടോ. ഈ ഷിജിലിന്റെ അച്ഛനമ്മയും സ്വന്തം മകനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കണ്ടേ? ഒന്നെല്ലാവരും കേൾക്കൂ. അവൻ പറയുന്നത് എന്തുകൊണ്ട് പോലീസ് അംഗീകരിക്കുന്നില്ല? അവിടെ വന്ന് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 1.5 മാസമായപ്പെട്ട ഒരു കുഴച്ചിലും ഒരു ക്ഷീണവും ഈ കട തന്നെ. അത് തന്നെ ഇവിടെയും കാണിച്ചത്, ഇപ്പോഴും സ്റ്റേഷനിൽ കാണിച്ചത് അതാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നോ ഒരിക്കലും ചെയ്യൂല. നിങ്ങൾ തറപ്പിച്ച് പറയാൻ എനിക്ക് സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ. എൻ്റെ മകൻ ഇത് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു വിശ്വാസവുമില്ല. എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയാണ്, കൊച്ചിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമുള്ളവനാണ്. പിന്നെ അതുകൊണ്ട് ഇതിനെ ഒന്നേന്നൊന്ന് അന്വേഷണം വേണം ഞങ്ങൾക്ക്. അവരെയും കൂടി ചോദ്യം ചെയ്യില്ല. സഹോദരിയെയും അവളെ ചേച്ചിയെയും ഭർത്താവിനെ, 2 ഭർത്താക്കന്മാരെയും 2 ചേച്ചിമാരെയും. അതിനുള്ള നടപടി മുകളിൽ എവിടെ നിന്നായിരുന്നാലും വേണം. സ്വന്തം ഷിജിലിന്റെ സ്വന്തം അച്ഛനമ്മയെ ഒരിക്കലും ഷിജിലിനെ കുറ്റപ്പെടുത്തില്ലല്ലോ, സ്വന്തം അച്ഛനമ്മയാണല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ മോൻ അത് ചെയ്യില്ല. അവളുടെ ചേച്ചി, 2 ചേച്ചിയും 2 ഭർത്താക്കന്മാരുമാണ് ചെയ്തത്, അവളെ അമ്മയുമാണ് അറിയാണ്ടത് ചെയ്യില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ സ്വന്തം അമ്മ അറിയാതെ ഇങ്ങനെ കുട്ടി മരിക്കില്ല എന്നും പറയുന്നു. സ്വന്തം അച്ഛന്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ഈ കുട്ടി മരിച്ചിരിക്കുന്നത്. അമ്മനെ എങ്ങനെ അറിയും? ആന്തരിക അവയവത്തിലാണ് ക്ഷതം പറ്റിയിരിക്കുന്നത്. അമ്മ എങ്ങനെ അറിയും? കുട്ടി അത്ര ഇടിയാണ് വയറ്റിൽ ഇടിച്ചിരിക്കുന്നത്. അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തിരിക്കുന്നത്. ഉള്ള ദേഷ്യം പക പോക്കാണ്. എന്ത് മനുഷ്യ മൃഗമാണെന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഇയാളൊക്കെ എന്താ വേണ്ടത്? ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മളൊരു ന്യൂസ് അറിഞ്ഞിരുന്നല്ലേ, ശരണ്യ 2021 ഒരു കുട്ടീനെ കടൽ ഭിത്തിക്ക് മുകളിലേക്ക് എറിഞ്ഞ് തലയിടിച്ചു കൊന്ന ഒരു ശരണ്യ. കുട്ടി മരിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോൾ വീണ്ടും ഇറങ്ങിച്ചെന്ന് വീണ്ടും ആ തല ആ ഭിത്തിക്ക്, കടൽ ഭിത്തിയുമ കൊണ്ട് ഇടിപ്പിച്ച് വീണ്ടും കൊന്നു. ആ കുട്ടി അമ്മയെ എന്ന് വിളിച്ച് കരയുമ്പോൾ വീണ്ടും ചെയ്തതാണ്. അവൾക്ക് കൊടുത്ത ശിക്ഷ കണ്ടില്ലേ നിങ്ങൾ? ഇപ്പൊ ശിക്ഷ കിട്ടിയിട്ടുണ്ട് അവൾക്ക് 2026. എന്താണ്? ജീവപര്യന്തം. കേട്ടല്ലോ, ഒരു കുട്ടിയെ മൃഗീയമായി കൊന്നിട്ട് ആ കൊന്ന കുറ്റം സ്വന്തം അച്ഛന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കിയ ശരണ്യക്ക് കിട്ടിയത് ജീവപര്യന്തം ശിക്ഷയാണ്. ഇത്രയും ചെറിയ ശിക്ഷ ശരണ്യക്ക് കിട്ടുമ്പോ പിന്നെ എങ്ങനെ ആൾക്കാർ കുറ്റം ചെയ്യാതിരിക്കുക? കാരണം എന്ത് കുറ്റം ചെയ്താലും ഇത്ര കുറച്ച് ശിക്ഷയാണല്ലോ കിട്ടുന്നത്. ഇപ്പൊ ശരണ്യ ഒരു 10, 22, 23, 24 വയസ്സായ ഒരു സ്ത്രീയാണ്. അവൾക്കൊരു 12 വർഷം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 36, 37 വയസ്സിൽ അവൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവളെ നല്ല പ്രായം വീണ്ടും ഉണ്ട് അവൾക്ക് നല്ലത്, ഇല്ലേ? ഇവളമാരെയൊക്കെ വീണ്ടും നല്ല പ്രായത്തിൽ ഇറക്കാനാണ്. ഇനി അവൾ അവിടെ നിൽക്കണ കാലഘട്ടത്തിലോ അവൾക്ക് നല്ല നല്ല ഭക്ഷണം, അതുപോലെ തന്നെ ഡെയിലി കൂലി, ദിവസ വേതനം ഇതൊക്കെ കിട്ടി ശമ്പളത്തോടു കൂടി അവർ വർക്ക് ചെയ്ത് നല്ല ഭക്ഷണവും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി വരാം. ആ കുട്ടിയെ കൊന്നത് ആർക്ക് പോയി? സമൂഹത്തിന്, നമുക്കെല്ലാവർക്കും ഇപ്പോഴൊരു വേദനയായിട്ട് നിൽക്കുകയാണ്. അവൾക്ക് ഇപ്പോഴൊരു വേദനയില്ല. അവൾക്കൊരു നഷ്ടപരിഹാരമായിട്ട് 1 ലക്ഷം രൂപയാണ് വിധിച്ചിരിക്കുന്നത്. അവൾക്കൊരു വേദനയില്ല. അപ്പൊ ഇങ്ങനെ അതിക്രമങ്ങൾ കൂടുകയാണ്. എന്തുകൊണ്ടാണ്? ശിക്ഷ കുറവായത് കൊണ്ടാണ്. ശിക്ഷയൊന്ന് കടുപ്പിച്ച് നോക്കി നോക്ക്. കുട്ടികളെ കൊല്ലുന്നതിനൊക്കെ ശിക്ഷ അവരെ മരണം വരെ ജയിലിൽ കിടക്കണം എന്ന് തന്നെ ആക്കി നോക്കി നോക്ക്. ഒരാളും കുട്ടികളെ കൊല്ലാൻ ഒരാളും മുന്നോട്ട് വരില്ല. കാരണം എന്താണ്? പേടിയുണ്ടാവും, ജീവിതം മുഴുവൻ പോവല്ലോ എന്നൊരൊറ്റ പേടിയുണ്ടാവും. ഇത് കൊച്ചുമക്കൾ, 1 വയസ്സായ മക്കളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും കാണാനില്ലാത്തടത്തൊക്കെ ചെയ്തിട്ട് ഇവർക്കൊക്കെ എന്ത് കിട്ടാനാണ്?
ഇനി ഈ പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ, ഇപ്പൊ ഈ അമ്മ, നിഹാന്റെ അമ്മ കൃഷ്ണപ്രിയ പറഞ്ഞു എന്ന് പറയുന്നു, 3 മാസത്തിൽ ഈ കുട്ടി അബോർഷനായി പോകും എന്നൊരു പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ 1 വയസ്സിൽ ഈ കുട്ടി മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ കുട്ടി മരിച്ചത്, അല്ലാതെ ഷിജില് കാരണമൊന്നുമല്ല എന്നാണ് നമ്മുടെ ഷിജിലിന്റെ അച്ഛനമ്മയും പറയുന്നത്. അമ്മയുടെ ശ്രദ്ധക്കുറവ്. ഇനി അമ്മയുടെ ചേച്ചീനെ 2 ചേച്ചിമാരെ ക്വസ്റ്റ്യൻ ചെയ്താൽ ആളെ കിട്ടുമെന്ന് പറയുന്നു. അവസാനം ഷിജില് ഇതാ കുറ്റം സമ്മതിച്ചു. ഷിജില് തന്നെയാണ് വയറ്റത്തിടിച്ച് കുട്ടീനെ കൊന്നത്, കൈമേ അടിച്ച് പാടാക്കിയിട്ടുണ്ട്. ഇന്ന കാര്യത്തിനാണ് ദേഷ്യം വന്നപ്പോഴാണ് ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് കുട്ടി കരയുമ്പോഴും അതുപോലെ ബെഡിൽ മലമൂത്ര വിസർജനം ചെയ്തപ്പോഴും ദേഷ്യം വന്നു, ഉറക്കം നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് കൊന്നത്. എന്തൊരു സമൂഹമാണ്.